ഞാൻ നരകത്തെ കണ്ടപ്പോൾ അതിൽ കൂടുതൽ ആളുകളും സ്ത്രീകളാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബി വനിതകൾ ചോദിച്ചില്ല, നബിയേ എന്താണ് അതിന് കാരണം? യാ റസൂലല്ലാഹ്, സത്യയാളുകളുടെ നരകാഗ്നിയുടെ മറകായി സ്ത്രീകൾ മാറാനുള്ള കാരണം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അതിന് കാരണം രണ്ടെണ്ണമാണ്. ഒന്നവരുടെ തലമുടിയാണ്. തലമുടി മറക്കാതെ ശ്രദ്ധിക്കാതെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ശിരസ്, അവരുടെ തല അസ്നിമത്തിൽ ഇല, ഒട്ടകത്തിന്റെ ചാഞ്ഞും ചെരിഞ്ഞുമുണ്ടാകുന്ന പൂജ പോലെയാണ്. ഒട്ടകത്തിന്റെ ശരീരത്തിൽ ഒരു വെള്ളശേഖരം ഉണ്ടാകാറുണ്ട്. ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകമായ സംവിധാനമാണ് ആ വെള്ളശേഖരം. അതിന്റെ പ്രത്യേകത, ഒട്ടകം ഇങ്ങനെ നടക്കുമ്പോൾ ആ പൂജ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും. അതുപോലെ നമ്മുടെ സ്ത്രീകള് അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി, ആളുകൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ശിരസ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കൊഞ്ചിക്കുടഞ്ഞ് കുണുങ്ങി നടക്കാറില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ, അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അവർക്ക് സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് എത്തൂല, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല. സ്വർഗം കിട്ടില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീഴ്ത്തുന്ന സുന്ദരമായ സ്മെല്ല്, സുന്ദരമായ പരിമളം അതുപോലും ആ സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ കഴിയൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. രണ്ടാമത്തെ കാരണം എന്താ? അവരുടെ നാവാണ് വലിസാനുഹുന്ന, അവരുടെ നാവാണ് രണ്ടാമത്തെ കാരണക്കാരൻ. അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകുന്ന രണ്ടാമത്തേത് അവരുടെ നാവാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നാവിനെ വേണ്ടതുപോലെ വേണ്ട സമയങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാതിരുന്നാൽ നാവ് കടന്നിങ്ങനെ പടപെടുക്കാൻ ശ്രമിക്കുമെന്ന. കാരണം എല്ലില്ലാത്ത അവയവമാണല്ലോ നാവ്. അതുകൊണ്ട് നാവ് ഇങ്ങനെ എപ്പോഴും ഇളകാനും പടക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ നിയന്ത്രിച്ച് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി വളരെ സൂക്ഷിച്ചുകൊണ്ട് നോക്കൂ. നമ്മുടെ നാവിന്റെ സംവിധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ അതിന് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2-3 തരത്തിലുള്ള മതിലുകൾ കെട്ടി ആ മതിലുകൾക്കുള്ളിലാണ് നാവാകുന്ന അപകടകാരിയായ അവയവത്തെ അല്ലാഹു സ്ഥാപിച്ചത്. 2-3 തരത്തിലുള്ള മതിലുകൾ സ്ഥാപിച്ചു. ആ മതിലുകൾക്കപ്പുറത്താണ് അല്ലാഹു വളരെ അപകടം വരുത്തുന്ന നാവാകുന്ന അവയവത്തെ സംവിധാനിച്ചു വെച്ചത്. അല്ലേ? 2 ചുണ്ടാകുന്ന മതിൽ, അതിനപ്പുറത്ത് 2 പല്ലിന്റെയും കൂനുകളാകുന്ന മതില്, അതിനുള്ളിൽ വളരെ ഫലമുള്ള വളരെ ഫലവത്തായ മറ്റൊരു മതിൽ, നമ്മുടെ പല്ലുകൾ. ഈ പല്ലുകളുടെയും ചുണ്ടുകളുടെയും ഒക്കെ മതിലിനപ്പുറത്താണ് നാവാകുന്ന അപകടകാരിയായ അവയവത്തെ അള്ളാഹു സംവിധാനിച്ചത്. എന്തുകൊണ്ടാണത്? അതെപ്പോഴും പുറത്തു കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അപകടങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ ഭദ്രമായി അള്ളാഹു സൂക്ഷിച്ചു. ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചില്ല എങ്കിൽ ഈ നാവ് കാരണമായി നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. കത്തിയാടുന്ന നരകാഗ്നിയുടെ വിറകായി നമ്മൾ മാറും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് എത്ര കുടുംബങ്ങളാ പരസ്പരം മിണ്ടാതെ, എത്ര അയൽപക്ക ബന്ധങ്ങളാ തകർന്നടിഞ്ഞു പോയത്, എത്ര കുടുംബ ബന്ധങ്ങളാ വിള്ളലുണ്ടായത്, എത്ര കുടുംബ ബന്ധങ്ങളാ പരസ്പരം വേർപിരിഞ്ഞ് കഴിയപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ, കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർത്ത് കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത നിലനിർത്തുന്നതിൽ വല്ലാത്തൊരു പങ്കെന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കാണ്, സഹോദരിമാർക്കാണ്. അത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന നിർദ്ദേശമല്ല, കുടുംബബന്ധം പുലർത്തിയാൽ അതുവഴി അവന്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരും. മാത്രമല്ല അവന്റെ ആയുസ്സിൽ ദൈർഘ്യം കിട്ടും. ഈ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ദാവൂദ് നബിയുടെ അടുത്ത് നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ ഈ മനുഷ്യൻ പോയത് എങ്ങോട്ടാണെന്ന് അറിയുമോ? തന്റെ ഒരു ബന്ധു വീട്ടിലേക്കാണ്, തന്റെ ഒരു കുടുംബ വീട്ടിലേക്കാണ്. ആ കുടുംബ വീടുമായി വർഷങ്ങളോളമായി അകലത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ കുടുംബ വീട്ടിൽ മനുഷ്യൻ നിന്നിട്ട് വർഷങ്ങളോളമായി. പക്ഷേ
അള്ളാഹുവിന്റെ ഖളാ പോലെ. അങ്ങനെയാണ് ചില മനുഷ്യർ അവർ ജീവിതത്തിന്റെ സിംഹഭാഗവും തിന്മയിലൂടെ മുന്നോട്ട് പോകും, തിന്മയിലൂടെ വേണ്ടാവൃത്തികളിലൂടെ മുന്നോട്ട് പോകും. അള്ളാഹുവിന്റെ ഖളാവും കടക്കും. അവരുടെ ജീവിതം വിജയിക്കാൻ നമുക്ക് തീരുമാനിച്ചതാണ്. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരുമ്പോ നന്മയിലൂടെ, നല്ല ജീവിതത്തിലൂടെ, അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇബാദത്തുകളിലൂടെ, അദൃഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മുഴുകി അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഈമാനികമായ പ്രകാശം അവരുടെ ഹൃദയത്തെ ആവരണം ചെയ്യുകയും പ്രകാശിക്കുന്ന സ്വർഗലോകത്തേക്ക് അവർ ഒഴുത്തമാവുകയും ചെയ്യും. അങ്ങനെ സ്വർഗക്കാരിൽ പെട്ടുകൊണ്ടവൻ സന്തോഷവാനായി ജീവിക്കുമെന്ന് അള്ളാന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചല്ലോ. ആ കൂട്ടത്തിൽ മനുഷ്യന്റെയും ഖളാ പോലെയാണ്. കുടുംബ വീടുമായി തെറ്റിക്കഴിയുന്ന മനുഷ്യൻ വർഷങ്ങളോളമായി ആ വീട്ടിലേക്ക് പോകാത്ത മനുഷ്യനതാ അന്ന് ദാവൂദ് നബിയുടെ അടുത്ത് കൊണ്ട് തിരിഞ്ഞ് നേരെ പോകുന്നത് തന്റെ കുടുംബ വീട്ടിലേക്കാണ്. താൻ പിണക്കത്തിലായിരുന്ന കുടുംബ വീട്ടിലേക്കാണ്. അവിടെ താമസിക്കുന്നത് തന്റെ സഹോദരിയാണ്. ആ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് തന്റെ സഹോദരിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ നേരെ പോകുന്നത് പിണങ്ങിക്കഴിഞ്ഞിരുന്ന കുടുംബ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ കഴിയുന്നത് തന്റെ സഹോദരിയാണ്. ഈ മനുഷ്യൻ ചെല്ലുമ്പോ തന്റെ ആങ്ങള വരുന്നത് കാണുമ്പോ വല്ലാത്ത സന്തോഷമാവുകയാണ്. ആ സഹോദരി വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയാണ്. തന്റെ ആങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കാരണം എന്താ? വർഷങ്ങളോളമായി തന്റെ വീട്ടിൽ വന്നിട്ട് തന്നോട് പിണക്കത്തിലാണ്, തന്റെ ഭർത്താവിനോട് പിണക്കത്തിലാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അങ്ങനെ സ്വീകരിച്ചിരുത്തി ആ മനുഷ്യരുടെ സന്തോഷത്തോടുകൂടെ എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും അരുത് വരുത്തിക്കൊണ്ട് തന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒറ്റ കാരണത്താൽ ഇസ്രായീൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദാവൂദ് നബിയെ, ഈ ഒറ്റ കാരണത്താൽ ആ മനുഷ്യന്റെ ആയുസ് 6 ദിവസം എന്നത് മാറ്റിയിട്ട് 6 ദിവസം കഴിഞ്ഞാൽ റൂഹ് പിടിക്കപ്പെടേണ്ട മനുഷ്യന് അള്ളാഹു കരുണ ചെയ്യുകയാണ്. അവന്റെ ആയുസ്സിൽ അള്ളാഹു ദൈർഘ്യം നൽകുകയാണ്. എത്ര വർഷമെന്നറിയുമോ? 20 വർഷക്കാലത്തേക്ക് 6 ദിവസത്തിന് പകരമായി 20 വർഷക്കാലത്തേക്ക് ഒറ്റ ഒരു സന്ദർശനം കൊണ്ട് തന്റെ കുടുംബ വീട്ടിൽ നിന്ന് പോയതിന്റെ ഫലമായി അള്ളാഹു അവന്റെ ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തതാണെന്ന് ഇസ്രായീൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞുവെങ്കിൽ, ഈ സംഭവം അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം പുലർത്തുക എന്നത് വളരെ മഹത്തരമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത് തകർന്നു ഒടിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുടുംബബന്ധമാകെ വഷളായിക്കൊണ്ടിരിക്കും.